ഗുഡ് മോർണിംഗ് ഗേൾസ്. ഇന്നലത്തെ ഹോംവർക്ക് ആദ്യത്തേത് ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ കുറച്ച് പേര് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ആ സെക്കൻഡ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് രണ്ടിൻ്റെയും ആൻസേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രോബ്ലം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ജെ ലിമിറ്റഡ് ഹാസ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 38 lakh as its statement of profit and loss account. That is available profit എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരുന്നു? 38 lakh. The company decided to utilize the profits to repay rupees 30 lakh 15% debentures issued on 1st April 2011 fully out of profits on 30th June 2015 at a premium of 10%. ശ്രദ്ധിക്കുക, എത്ര എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ എത്രയാണ് റെഡീം ചെയ്യാനുള്ളത്? 30 lakh ഡിബഞ്ചേഴ്സ് ആണ്. 15% 30 lakh ഡിബഞ്ചേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഇഷ്യൂ ഡേറ്റ് is 1st April 2011 and it is redeemed on 30th June 2015. Okay. Debenture interest is payable annually on 31st December every year. അപ്പം എല്ലാ ഡിസംബർ 31-നാണ് എന്ത് കൊടുക്കുന്നത്? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. ഓക്കെ, ദ കമ്പനി ഹാസ് എ ബാലൻസ് ഓഫ് 20 lakh ഇൻ ഇറ്റ്സ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അപ്പം നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് ജേണൽ എൻട്രീസ് 2014-15 മാത്രം എഴുതാനാണ്. കാരണം നമ്മൾ റെഡീം ചെയ്യുന്ന ഡേറ്റ് ഏതാണ്? 30th June 2015 ആണ്. അപ്പോൾ ആ 2014-15 ജേണൽ ലാസ്റ്റ് ഇയറിൻ്റെ ജേണൽ എൻട്രി മാത്രമാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഓൾറെഡി DRR ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 20 lakh rupees ഉണ്ട്. ഇനി ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആകുമ്പോൾ മൊത്തം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ ദ എക്സിസ്റ്റിംഗ് ബാലൻസ് ഇൻ DRR അക്കൗണ്ട് ഇസ് 20 lakh. എത്ര റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സാണ് റെഡീം ചെയ്യാനുള്ളത്? 30 lakhൻ്റെ. അപ്പോൾ ഇനി യു ഹാവ് ടു ക്രിയേറ്റ് rupees 10 lakh more. യു ഹാവ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഓഫ് rupees 10 lakh more. ഓക്കെ, സോ ഫസ്റ്റ്, അതായത് നമ്മളെപ്പോഴും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. സോ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു DRR. അപ്പോൾ ഇനി എത്ര രൂപേൻ്റെതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? 10 lakh മോർ, ബിക്കോസ് ഓൾറെഡി DRR അക്കൗണ്ട് ഷോസ് എ ബാലൻസ് ഓഫ് 20 lakh. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് 10 lakhൻ്റെത്. ഇവിടെ 25% ബാധകമല്ല, കാരണം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഈ ഫുള്ളി എന്നുള്ള വേർഡ് ഇല്ലെങ്കിലാണ് നമ്മൾ 25%ലേക്ക് പോവേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഫോർ 30th of April യു ഹാവ് ടു ഇൻവെസ്റ്റ് ദിസ് എമൗണ്ട്. സോ ജേണൽ എൻട്രി DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്. വൈൽ ഇൻവെസ്റ്റിംഗ് ദി എമൗണ്ട് ഓൺലി 15%. മിനിമം ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈക്വൽ ടു 15% ഓഫ് 30 lakh ഡിബഞ്ചറിൻ്റെ വാല്യൂൻ്റെ. സോ ദാറ്റ് കംസ് 4,50,000. ഓഫ് ദ സെക്കൻഡ് എൻട്രി ഈസ് ക്ലിയർ. ആൻഡ് തേർഡ് എൻട്രി, എന്നാണോ റിഡംഷൻ ഡേറ്റ് നോക്കുക? എന്നാണ്? 30th June ആണ്. അപ്പോൾ 30th June യു ഹാവ് ടു മേക്ക് സെയിൽ ഓഫ് ദീസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ ഫോർ മേക്കിംഗ് സെയിൽ, journal entry, when you make sale of these investment, what increases? Bank balance increases. So journal entry bank account debtor to DRR investment. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തി. അപ്പോൾ എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ സെയിം എമൗണ്ട് ഇസ് റിയലൈസ്ഡ്, 4,50,000. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേറ്റ് ശ്രദ്ധിക്കണേ. എന്നാണോ റിഡംഷൻ ഡേറ്റ് അന്നാണ് വിറ്റിട്ടുള്ളത്. കഴിഞ്ഞു. പിന്നെ വരുന്നത് എല്ലാ ഇത് വിറ്റാൽ എന്ത് ചെയ്യണം? അതെടുത്തിട്ടാണല്ലോ നമ്മൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ പോണത്. അപ്പോൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇയറും
31st ഡിസംബറിലാണ് എന്ത് കൊടുക്കുന്നത്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 31st ഡിസംബർ 2014 വരെ ഉള്ളത് കൊടുത്തിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട്, അതായത് ജാൻ, ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 30th ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 6 മാസത്തെ, ഡിസംബർ വരെയുള്ളത് ലാസ്റ്റ് ഇയർ വരെയുള്ളത് കൊടുത്തതാണ്. ഈ ഒരു 6 മാസത്തെ ജാൻ ടു 30th ജൂൺ വരെയുള്ള ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ടാവും കൊടുക്കാൻ. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം, എങ്ങനെയാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, അതാണ് പകുതി പേര് ഇന്നലെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ 30th ജൂണിനാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നതല്ലോ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, വെൻ ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ, ജേണൽ എൻട്രി. ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ കമ്പനീസ് പോയിൻ്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് അല്ലേ. അപ്പം വെൻ ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ, ജേണൽ എൻട്രി, ഡേറ്റ് സെയിം ഡേറ്റ് കേട്ടോ, 30th ജൂണിനാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതായത് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ഇനി ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, എത്രയാണ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, 30 lakh. സോ 30 lakh ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15%. So into 15% into for how many months? 6 months. So 6/12. Okay. So debenture interest due 2,25,000. ക്ലിയർ ആണോ? ഇനി ആ സെയിം ഡേറ്റ് തന്നെ ഡ്യൂ ആയി അന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് 2,25,000. മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ 2 എൻട്രി ആയിട്ട് 2 ഡേറ്റിലാണ്, ഒരു ഡേറ്റിൽ ഡ്യൂ ആവുന്നത് വേറൊരു ഡേറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 2 ജേണൽ എൻട്രി നിർബന്ധമായിട്ടും വേണം. ഇനിയിപ്പം രണ്ടും ഒരേ ഡേറ്റാണ് ഇവിടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതിയാലും മതി, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് എന്ന് എഴുതിയിട്ട് 2,25,000 എഴുതിയാലും ശരിയാണ്. ഓക്കെ, അപ്പം ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യണം വേണ്ടേ. അപ്പോൾ 30th ജൂൺ തന്നെയാണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്, റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10% ആണ്. സോ വെൻ ഡിബഞ്ചേഴ്സ്, അതായത് വെൻ എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ, ജേണൽ എൻട്രി 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 30 lakh. പ്രീമിയം ഓൺ റിഡംഷൻ എത്ര, 10% അല്ലേ. 10% ഓഫ് 30 lakh എന്ന് പറയുമ്പം 3 lakh ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 33 lakh. മനസ്സിലായോ? അപ്പോൾ 33 lakhൻ്റെ ഡിബഞ്ചേഴ്സാണ് റെഡീം ചെയ്യാൻ പോണത്. 30 lakh ആണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ ആൻഡ് ഇറ്റ് ഈസ് റെഡീംഡ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. സോ ദ ടോട്ടൽ എമൗണ്ട് ടു ബി റെഡീംഡ് ഇസ് 33 lakh. അപ്പോൾ ഡ്യൂ ആയി, മനസ്സിലായല്ലോ. അപ്പോൾ ഡ്യൂ ആവുന്ന എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി അത് കൊടുത്താൽ മതി, സെയിം ഡേറ്റ് തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എത്രയാണ് കൊടുക്കുന്നത്, 33 lakh. ഓക്കെ, ഇനി നമുക്കുള്ളത് 2 അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഒന്നൊരു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടും ഉണ്ട്, അതേമാതിരി ആസ് യൂഷ്വൽ യുവർ DRR അക്കൗണ്ട്. സോ ഫസ്റ്റ് ക്ലോസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓൾവേസ് interest is transferred to which account, profit and loss account. So for closing interest on debentures account, journal entry, profit and loss account debtor to interest on debentures account. എത്രയായിരുന്നോ ഇൻട്രസ്റ്റ്, ദാറ്റ് എമൗണ്ട് ഇസ് ട്രാൻസ്ഫേർഡ് ടു P&L account. അതായത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഇസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ടു P&L account. ഓക്കെ, അപ്പോൾ 2,25,000. ലാസ്റ്റ് ക്ലോസ് യുവർ DRR അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? ഇനി അതിലൊന്നൊരു സംശയം വരാൻ പാടില്ല. സോ DRR അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് 30 lakh. ഓക്കെ.